ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് 2 റെസിപ്പിയോട് കൂടിയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടുന്ന 2 റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ മുതിര ഒന്ന് വിളയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുതിര ഞാൻ ആദ്യം കുക്കറിലിട്ടിട്ട് വെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്തു. ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1.5 അച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള മുതിരയിലേക്ക് ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ സാമ്പാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വിളയിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മുതിരയിലേക്ക് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ആ മുതിരയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിലേക്ക് ആക്കുന്നത്. ഇനി സെക്കൻഡ് ബ്രേക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നത് കോയിൻ ദോശയാണ്. അപ്പം കോയിൻ സാമ്പാർ ദോശ അല്ലെങ്കിൽ കോയിൻ ദോശ ബൈറ്റ്സ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം ആ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടി കുട്ടി ദോശ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് കുഞ്ഞു ദോശ ഉണ്ടാക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്, അതിന് കടലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് പതിവ് പോലെ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കുന്നത് കേട്ടോ. അപ്പം ഓഫീസിലൊക്കെ കൊണ്ടുപോയി കഴിക്കാൻ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റും ചിക്കൻ ഫ്രൈ തന്നെയാണ് ആക്കാറുള്ളത്. അപ്പം ദോശനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. ഇതിങ്ങനെ മാത്രമല്ല കേട്ടോ, ഇത് ജസ്റ്റ് നമ്മളൊരു മസാലയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്, അതും കൂടെ കാണിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മളുടെ ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 പേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വരുന്നതുകൊണ്ടും ചൂടോടുകൂടി ദോശ കഴിക്കേണ്ടതുകൊണ്ടും ഞാൻ 2 ചട്ടി വെച്ചിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ദോശ റെഡിയാവുന്ന സമയത്ത് നമ്മളതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനിടയ്ക്ക് നമ്മുടെ ചോറും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ റൈസ് കുക്കറിലേക്ക് ചോറ് ഇറക്കി വെക്കാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ റൈസ് കുക്കറിലുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അരി കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നാവട്ടെ. ആ സമയം കൊണ്ട് നമ്മളുടെ ഈ ഒരു ദോശയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അല്പം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ കുട്ടി ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാമ്പാർ പൊടി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് സാമ്പാറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ കുഞ്ഞു ദോശയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒരു ഫുള്ളായിട്ടുള്ള സാമ്പാറും ഈ ഒരു ദോശക്കകത്ത് പിടിക്കുന്നവരെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും സാമ്പാർ ഇങ്ങനെ കുടിച്ചിരിക്കും ആ ഒരു കുഞ്ഞു ദോശ. പിന്നെ അതുപോലെ തന്നെ അതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഉള്ളിൽ നല്ലതായിട്ട് സാമ്പാറിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് ബ്രേക്കിന് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കിന് നമ്മളുടെ മുതിര വിളയിച്ചതും കൂടിയാണ് ആക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കൂടുതലും തണുപ്പ് കാലത്താണ് ഇത് കഴിക്കുക കേട്ടോ, കാരണം മുതിര ചൂടാണ്. അപ്പോൾ ഇതൊരു നൊസ്റ്റാൾജിയൻ്റെ പുറത്ത് ഉണ്ടാക്കിയതും കൂടിയാണ്. പിന്നെ ഒരു ആപ്പിളിൻ്റെ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോളുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് സാമ്പാർ റൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണ, കടുക്, ഉഴുന്ന്, കറിവേപ്പില, സാമ്പാർ പൊടി ഇട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അല്പം സാമ്പാറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് വെന്തിട്ടുള്ള ചോറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതായത് സാമ്പാർ ചേർത്ത് കുഴച്ചെടുത്ത പരുവത്തിൽ ഒരു സാമ്പാർ റൈസ് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അത് ലഞ്ച് ബോക്സിനകത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുതിര വിളയിച്ചെടുത്തപ്പോൾ അതിൻ്റെ മുതിര ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കനും ഞാൻ തലേ ദിവസം മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 കാര്യങ്ങളും ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ രാവിലെ തന്നെ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈയും പിന്നെ അല്പം വെളുത്തുള്ളി അച്ചാറുമാണ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പായിട്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നമ്മൾ ഇതുപോലെ ലഞ്ച് ബോക്സ് ഐഡിയാസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇൻഷാ അല്ലാഹ്. താങ്ക് യു.